ഇതാണ് പ്രൊഡ്യൂസർ സാഗരൻ ചാമക്കാല. നമസ്കാരം. ഞാനിപ്പോ ഇവനോട് പറയായിരുന്നു, ഈ സിനിമ റിലീസ് ആവുന്നതോടെ ചാമക്കാല ഫിലിംസ് എന്നുള്ള പേര് തന്നെ മാറും. അല്ല, പടം ഹിറ്റായിട്ടെ നല്ല പേരാവുന്നു. അഖിൽ NRD അദ്ദേഹമാണ് കൂട്ടത്തിലെ കൊമ്പൻ. പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമാച്വറിഷ് ആക്ടിങ്. അതായത് അഭിനയിക്കാൻ അറിയില്ല. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോ 3 കൊല്ലം ബെസ്റ്റ് ആക്ടർ ആയിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. ഇതാണോ അഭിനയം? അഭിനയിക്കാൻ അറിയാൻ പാടില്ലേ? എല്ലാം അറിയാൻ പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. NRD ഏറ്റാ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ അത്രയും സമയം ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. റിപ്പീറ്റ് NRDയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഒരു കാട്ടിൽ കൂടെ നടന്നു പോവാ. NRDയും മറ്റു 2 പേരും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ പറയും, മുള്ള് കാട്ടിൽ മുള്ളുണ്ടാവുമല്ലോ. അപ്പൊ പുറകിലേക്കുന്നവൻ, ഓ എനിക്കിപ്പോ മുള്ളുണ്ടോ? ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഇതൊക്കെ ഒരു സിനിമക്കകത്താണ് കാണുന്ന. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്തിരുന്ന സിനിമ കാണുന്ന പ്രേക്ഷകർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഒരുത്തന്റെ ഈ അപരാധ കോമാളിത്തരം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല, നിങ്ങൾക്ക് ആ പഴയ പണിയാണ് നല്ലത് കേട്ടോ. ഈ അഖിൽ NRDയും ഈ ആൻമേരെയുള്ള കോമഡി സീൻസും എന്തോ ഒരു ഫുഡ് ഒരു തരത്തിലും ഒപ്പിക്കാൻ പറ്റില്ല. ഒരു ഉപകാരം ചെയ്യും, എന്നെ ഒന്ന് കൊന്നു തരുമോ? മുകളില് ഈ വിനോദ് കോവൂരിന്റെ ചങ്ങായി പറയണ മുകളില് ഇന്ത്യൻ ക്ലോസറ്റ്, താഴെ യൂറോപ്യൻ ക്ലോസറ്റ് എന്നൊക്കെ. അപ്പൊ അതിൽ NRD പറയണേ, 2 ആയി കഴിഞ്ഞാലും താഴേക്കല്ലേ പോണത്. എന്ത് ഗെറ്റപ്പൊക്കെ യൂറോപ്യൻ ഗെറ്റപ്പാ, പക്ഷെ വാ തുറന്ന വാളാൻ തുരുത്തിയാ. ഇത് ഹൊറർ കോമഡിയാണ്. അപ്പൊ ഹൊറർ കോമഡി ആകുമ്പോ ഹൊറർ വേണം, കോമഡിയും വേണം. അപ്പൊ അതാണ് ഇവര് പരിപാടി ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇതില് കോമഡി മുഴുവൻ ഹൊററും, ഹൊറർ മുഴുവൻ കോമഡിയും ആയിപ്പോയി എന്നുള്ളതാണ്. ആദ്യത്തെ സിനിമയാണ്, മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഇത് നമ്മള് റീൽസ് ഇട്ടിട്ട് പിന്നെ ഷെയറും കമന്റ്സും വായിക്കുമ്പോഴല്ലോ ഇത് വലിയ സ്ക്രീനല്ലേ, ഇത് 4Kയിലും ഒക്കെ ആൾക്കാർ വലിയ സ്ക്രീനിൽ കാണുമല്ലേ നിങ്ങളെ ക്ലോസപ്പും നിങ്ങളെ ഫേസും എക്സ്പ്രഷൻസും അഭിനയമൊക്കെ. ഇനി ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക.